ജനങ്ങൾ മുഴുവനും നമ്മെക്കുറിച്ച് മതിപ്പുള്ളവരാകാൻ, അന്തസ്സുള്ള അഭിമാനമുള്ള ഇസ്സത്തുള്ള ജീവിതം നമുക്ക് നയിക്കണമെന്ന ആഗ്രഹമല്ലേ പ്രിയപ്പെട്ടവരെ? ഒരാളുടെ മുന്നിലും പോയി കൈനീട്ടാതെ ഖൈറായി റാഹത്തായി ജീവിക്കാൻ, ശുഹ്റത്തോടുകൂടി ജീവിക്കണമെന്ന ആഗ്രഹമില്ലാത്ത ഒരാളും ഉണ്ടാവുകയില്ല. ഇന്നത്തെ വീഡിയോ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്കുള്ളതാണ്. അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട സുന്ദരമായൊരു കുഞ്ഞൻ ഇസ്മാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഇൻഷാ അല്ലാഹ് ഉറപ്പായിട്ടും പ്രിയപ്പെട്ടവരെ, അഭിമാനമുള്ളവരാകാൻ, ഇസ്സത്തുള്ളവരാകാൻ, ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പ് നമുക്കുണ്ടാകാൻ ഈ ഇസ്മ ജീവിതത്തിൽ കൊണ്ടുവരിക. ഏതാണ് ആ ഇസ്മെന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് വീഡിയോയിലൂടെ പഠിക്കാം. ജീവിതത്തിലെ വലിയ അത്ഭുതം നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതായത് ഒരിക്കലും നമുക്ക് നടക്കില്ല എന്ന് കരുതിപ്പോയ വലിയ വലിയ അത്ഭുതകരമായിട്ടുള്ള സാധ്യമായ കാര്യം, അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കില്ല എന്നായിരുന്നു നമ്മൾ കരുതിയിട്ടുണ്ടാവുക. പക്ഷേ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതിനുള്ള ഒരു വഴി നമ്മുടെ ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട്. അതിനുള്ള സുന്ദരമായ ഒരു എളുപ്പ വഴി ഇൻഷാ അല്ലാഹ് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുന്നത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് വീഡിയോ മുഴുവനായിട്ട് കാണുക. വേണ്ടപ്പെട്ടവരിലേക്ക് നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ദുആ വസിയത്തുകളൊക്കെ കമൻ്റായി രേഖപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വീഡിയോയിലേക്ക് പോകാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദാഇമത്തൻ ബിദ്ദവാമി മുൽക്കില്ലാഹ്. സ്നേഹ ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അതിനായി എപ്പോഴും റബ്ബിനോട് ദുആ ചെയ്യുന്നു. ഈ ഒരു നല്ല ജീവിതം നൽകിയ റബ്ബിനോട് എപ്പോഴും ഹംദ് പറഞ്ഞുകൊണ്ടൊരു തുടക്കം. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹി അൽഫ് മറ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട അസ്മാഉൽ ഹുസ്നയെ പറ്റി നമ്മൾ ഏറെ ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മൾ ഏറെ സംസാരിച്ചിട്ടുണ്ട്. അസ്മാഉൽ ഹുസ്നയുടെ പവിത്രതകളും അതിൻ്റെ ശ്രേഷ്ഠതകളും പലപ്പോഴായി അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് നമ്മളിൽ പലരും, അല്ലേ? അസ്മാഉൽ ഹുസ്നയ്ക്ക് അതിലേറെ വമ്പൻ പ്രതിഫലവും വമ്പൻ നേട്ടവും വമ്പൻ മാറ്റവും അസ്മാഉൽ ഹുസ്ന ചൊല്ലിക്കൊണ്ട് പലപ്പോഴായി നമ്മൾ നേടിയവരാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വപ്നം കണ്ട ജീവിതം നയിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ആരും കൊതിച്ചു പോകുന്ന ജീവിതം ലഭിക്കും, ഇസ്സത്തുള്ള അഭിമാനമുള്ള, ഒരാളുടെ മുന്നിലും പോയി കൈ നീട്ടേണ്ടുന്ന ഗതികേടില്ലാത്ത സുന്ദരമായ ജീവിതം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്ര സുന്ദരമായ ജീവിതമായിരിക്കും അത്. അങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇൻഷാ അല്ലാഹ് തീരുമാനമെടുക്കണം. ഇന്ന് പഠിപ്പിച്ചു തരാൻ പോകുന്ന അസ്മാഉൽ ഹുസ്നയിലെ സുന്ദരമായ ഒരു ഇസ്മുണ്ട്. ആ ഇസ്മ ജീവിതത്തിൽ ഈ പറയാൻ പോകുന്ന എണ്ണം, ഈ പറയാൻ പോകുന്ന രീതിയിൽ ചൊല്ലുക, പതിവായിട്ട് ചൊല്ലുക. ഉറപ്പായും അത്ഭുതങ്ങൾ നമുക്ക് കാണാം. ജീവിതങ്ങളിലെ മാറ്റം നമുക്ക് അത് അനുഭവിച്ചറിയാം പ്രിയപ്പെട്ടവരെ. അപ്പൊ അസ്മാഉൽ ഹുസ്ന നമുക്കറിയാം. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിൻ്റെ വിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുന്നുണ്ട്, അള്ളാഹുവിന് ധാരാളം നാമങ്ങളുണ്ട്. ആ നാമങ്ങൾ കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദുആ ചെയ്യണേ എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ. അങ്ങനെ ദുആ ചെയ്താൽ മഹത്തുക്കൾ പറയുന്നുണ്ട്, ആ ദുആ പ്രത്യേകം ഇജാബത്തുള്ളതാണ്. അസ്മാഉൽ ഹുസ്ന കൊണ്ട് നമുക്ക് എന്തും നേടിയെടുക്കാം. എല്ലാ ആഗ്രഹവും ഹലാലായത് നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മുഅ്മിനിനെ ഏറ്റവും അധികം അള്ളാഹുവിലേക്ക് അടുപ്പിച്ച്, അള്ളാഹുവിലേക്ക് അവൻ്റെ ഹൃദയം എത്തിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് അവൻ്റെ ആഗ്രഹങ്ങൾ നടത്തി കൊടുക്കാൻ കാരണമാകുന്ന സുന്ദരമാക്കപ്പെട്ട ഒരു വഴിയാണ് ഇസ്മ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്ന് പറയുന്നത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരാൾ ഈ പറയാൻ പോകുന്ന കുഞ്ഞൻ ഇസ്മ ഇത് പതിവാക്കിയാൽ അയാൾക്ക് ഇഹ്സാൻ കൊണ്ടുള്ള ഇസ്സത്ത് ലഭിക്കുമെന്നുള്ളതാണ്, പ്രസിദ്ധി ലഭിക്കുമെന്നുള്ളതാണ്. ഇഹ്സാൻ കൊണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അയാൾക്ക് നന്മയായത് മാത്രമാണ്. നന്മയായ രീതിയിൽ അയാൾക്ക് എന്ത് ചെയ്യും? പ്രസിദ്ധനാകാൻ കഴിയും, നല്ല രീതിയിൽ. അപ്പോൾ പ്രസിദ്ധനാകാൻ പല രീതികളുണ്ട്, അല്ലേ?
പല ആളുകൾ ഹറാമിലൂടെ പ്രസിദ്ധപ്പെടുന്നുണ്ട്. പല ആളുകൾ പ്രസിദ്ധപ്പെടുത്തുന്നത് നമ്മുടെ ഇസ്സത്ത് നഷ്ടപ്പെട്ടുകൊണ്ടാണ്. അങ്ങനെയല്ല, നമുക്ക് അഭിമാനത്തോടുകൂടി നമ്മുടെ ഇസ്സത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ ആളുകളുടെ മുന്നിൽ നല്ല മതിപ്പുള്ളവനാകണം, നല്ല മതിപ്പുള്ള ഒരാളായി മാറണം. ആളുകളൊക്കെ നമ്മുടെ നല്ല രീതിയിലാണ് പെരുമാറുന്നത്, നല്ല സന്തോഷത്തിൽ എല്ലാവരും നമ്മളോട് മതിപ്പുള്ളവരായിട്ട് അവരുടെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയാൻ പോകുന്ന ഇസ്മ പഠിച്ചോ പ്രിയപ്പെട്ടവരെ. ജനങ്ങൾക്കിടയിൽ നല്ല മതിപ്പുണ്ടാകാൻ ദിക്റുൽ ലിശ്ശുഹ്റത്തി ബിൽ ഇഹ്സാൻ, ഇഹ്സാൻ കൊണ്ടുള്ള അഭിമാനമുള്ള ഇസ്സത്തുള്ള അന്തസ്സാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള ദിക്റാണ് പറയുന്നത്. തഖൂലു, നീ പറയണം, യൗമിയൻ, എല്ലാ ദിവസവും നീ പറയണം, ഇസ്നാനി വസിത്തൂന മറ, എത്ര പ്രാവശ്യം പറയണം? 62 പ്രാവശ്യം. എഴുതിയെടുത്ത് പഠിച്ചു. 62 പ്രാവശ്യം എല്ലാ ദിവസവും മുടങ്ങാതെ 62 പ്രാവശ്യം യാ ഹമീദ്, യാ ഹമീദ് എന്ന് പറയുന്ന ഇസ്മ, യാ ഹമീദ് അല്ലെ, അള്ളാഹുവിൻ്റെ സുന്ദരമായ നാമങ്ങളിൽപ്പെട്ട ഒരു നാമമാണ് യാ ഹമീദ്. വളരെ പവർഫുള്ളായിട്ടുള്ള നാമമാണ് ഈ നാമം. നമ്മൾ 62 പ്രാവശ്യം മുടങ്ങാതെ ദിവസത്തിൽ ഏത് സമയത്ത് വേണോ നമുക്ക് ചൊല്ലാം. യാ ഹമീദ് എന്ന് പറയുന്ന സുന്ദരമായ ഈ നാമം ദിവസത്തിൽ നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ചൊല്ലാം. ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ ഇസ്സത്തോടെ, അഭിമാനത്തോടെ, സന്തോഷത്തോടു കൂടി നല്ല ജീവിതം നമുക്ക് നയിക്കാൻ അള്ളാഹു തൗഫീഖ് തരുമെന്നുള്ളതാണ്. ഇനി മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മെപ്പറ്റി ഒരാൾ മോശം പറയാതിരിക്കാൻ. ഒരാളും നമ്മെപ്പറ്റി അവരുടെ നാവ് കൊണ്ട് മോശം പറയില്ല, അല്ലെങ്കിൽ മോശം പറയിക്കാൻ ഇടയുണ്ടാക്കില്ല, അല്ലെങ്കിൽ ആ മോശം പറയുന്ന സ്വഭാവം നമ്മിലേക്ക് ഉണ്ടാകില്ല. ഇങ്ങനെ അള്ളാഹു തആല ഒരാളെ കൊണ്ട് നമ്മെപ്പറ്റി മോശം പറയിപ്പിക്കാതിരിക്കാൻ മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നു. തക്തുബു, നീ എഴുതണം. എങ്ങനെ? ഇപ്പൊ എഴുതി കുടിക്കുന്നത് നമുക്ക് പലപ്പോഴായിട്ട് അറിയാം. എങ്ങനെ? യാ ഹമീദ് എന്ന് പറയുന്ന ഈ ഇസ്മി എഴുതണം, പാത്രത്തിൽ എഴുതണം. ഫി ഇനാഇൻ, പാത്രത്തിൽ എഴുതിയിട്ട് നമുക്ക് എഴുതി കുടിക്കുന്ന ഒരു രീതിയുണ്ട്. പനിനീര് കൊണ്ടോ അല്ലെങ്കിൽ തേൻ കൊണ്ടോ ഒക്കെ ഒരു പാത്രം എഴുതിയിട്ട് അതിനകത്ത് യാ ഹമീദ് എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുക? ദിവസവും കുടിക്കുക എന്നുള്ളതാണ്. തേൻ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അത് കുടിക്കുക. ആ യാ ഹമീദ് എന്ന് എഴുതി കുടിക്കും. ഭയങ്കര വലിയ നേട്ടമാണ്, വലിയ ഭയങ്കരമായ നേട്ടമാണ്. മഹത്തുക്കൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രതിഫലം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിലാണ് എന്നാണ്, അല്ലേ? അള്ളാഹു തആല അങ്ങനെയുള്ള വലിയ ഖൈറായ അന്തസ്സുള്ള അഭിമാനമുള്ള ഒരാളും മോശം പറയാത്ത, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? സ്വർഗതുല്യമായ ജീവിതമാണ്. ഒരാളും മോശം പറയില്ല. അത് എന്തിൻ്റെ പവർ കൊണ്ടാണ്? നമ്മുടെ പവറല്ല, അത് അള്ളാഹുവിൻ്റെ ഇസ്മിൻ്റെ പവറാണ്. യാ ഹമീദ്, ആ ഇസ്മിൻ്റെ പവറാണ്. അപ്പം അത് എഴുതി കുടിക്കുക വളരെ നല്ലതാണ്. പാത്രത്തിൽ എഴുതി, തേൻ കൊണ്ട് എഴുതി കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. തേൻ കൊണ്ട് യാ ഹമീദ് എന്ന് എഴുതുക, വെള്ളത്തിൽ അത് മിക്സ് ചെയ്യുക, കുടിക്കുക, കഴിഞ്ഞു. അൽഹംദുലില്ലാ. പിന്നെ ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ വലിയ അത്ഭുതം സംഭവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? വലിയ നേട്ടം, വലിയ അത്ഭുതം, ഒരിക്കലും നടക്കില്ല എന്ന് പോലും കരുതിപ്പോയിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് നടത്താൻ ഈ യാ ഹമീദ് എന്ന് പറയുന്ന ദിക്റിന്റെ കൂടെ, ഇസ്മിന്റെ കൂടെ യാ വലിയു എന്ന് പറയുന്ന ഇസ്മി, യാ വലിയു യാ ഹമീദു യാ അള്ളാഹ്, യാ വലിയു യാ ഹമീദ് എന്ന് പറയുന്ന ഈ ഇസ്മ 1430 പ്രാവശ്യം. എത്ര പ്രാവശ്യം? 1430 പ്രാവശ്യം 60 ദിവസം തുടർച്ചയായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും നടക്കില്ല എന്ന് നമ്മൾ കരുതി പോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അല്ലേ? അത് നടക്കും. അതിൽ അത്ഭുതങ്ങൾ സംഭവിക്കും. അള്ളാഹു നടത്തും പ്രിയപ്പെട്ടവരെ. അള്ളാഹു അതിനുള്ള ഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേരാണ് കമൻറ്റ് സെക്ഷനുകളിൽ എന്തെല്ലാം ദുആ വസിയത്തിലാണെന്നറിയോ. നിങ്ങൾക്കൊക്കെ കഴിയുന്നത് ഇൻഷാ അല്ലാഹ് ചൊല്ലുക, അത് ചെയ്യുക. ജീവിതത്തിൽ ഇങ്ങനെയുള്ള അമലുകൾ ചെയ്യുക പ്രിയപ്പെട്ടവരെ. അമലുകൾ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ള കാര്യമാണ്, നമസ്കാരം വേണം കേട്ടോ. നമസ്കാരം നിർബന്ധമാണ്. ഫറളായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞ് പിന്നീടുള്ള കാര്യങ്ങളാണിത്. ആദ്യം അള്ളാഹു നോക്കുന്ന നിസ്കാരം ഉണ്ടോന്നാ, അല്ലേ? നിസ്കാരമുണ്ട്, ഇബാദത്തുണ്ട്, തഖ്വയുണ്ട്, ഈമാനുണ്ടെങ്കിൽ ഉറപ്പായും ഇത് പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ കഴിയും. നീ ഇത് ചൊല്ലിയിട്ട് കിട്ടുന്നില്ല എങ്കിൽ നിന്റെ ഹൃദയത്തോട് ചോദിക്കുക, എന്താ കിട്ടാത്തത് എന്ന്. നമ്മുടെ ഹൃദയം ശുദ്ധിയാക്ക്, എന്നിട്ട് ഇത് ചൊല്ല്, അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് പേരാണ് കമൻറ്റ് സെക്ഷനുകളിൽ ദുആ വസിയത്തുകൾ അറിയിക്കുന്ന ഒരുപാട് പേരുണ്ട്. അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കട്ടെ.
എല്ലാ ദിവസവും മുടങ്ങാതെ നമ്മുടെ ഈ ക്ലാസ് കേൾക്കുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ എല്ലാവർക്കും പടച്ച തമ്പുരാൻ സ്വർഗതുല്യമായ ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖൈറായ ബറക്കത്തുള്ള സന്തോഷമുള്ള ജീവിതം പടച്ച തമ്പുരാൻ നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നമ്മുടെ വീഡിയോ എല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുക. ആർക്കെങ്കിലും ഒരാൾക്ക് സാന്ത്വനമായാൽ അത്രയും ഖൈറാൻ. എല്ലാവരിലേക്കും കഴിയുന്ന പരമാവധി നമ്മുടെ വീഡിയോ എത്തിച്ചു കൊടുക്കുക, മുഴുവനായിട്ട് കാണുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവതി അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.